8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ ബേസിക് കോൺസ്റ്റിറ്റ്വന്റ് ഓഫ് മാറ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സിംബൽസ്. സ്വീഡിഷ് സയന്റിസ്റ്റായ ബേഴ്സലസ് ആണ് സിംബൽസ് കണ്ടുപിടിച്ചത്. അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച എലമെന്റ്സ് ആണ് സെലേനിയം, തോറിയം, സേറിയം ആൻഡ് സിലിക്ക. അപ്പൊ സിംബൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എലമെന്റ്സിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന കാർബൺ, അതിന്റെ സിംബൽ സി. കാർബൺ നമ്മൾ CARBO കാർബൺ എഴുതി അതിന്റെ ആദ്യത്തെ അക്ഷരമായ ക്യാപിറ്റൽ ലെറ്റർ സി ആണ് സിംബൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്സിജൻ അതുപോലെ തന്നെ O. നൈട്രജൻ ക്യാപിറ്റൽ ലെറ്റർ N, ഹൈഡ്രജൻ ക്യാപിറ്റൽ ലെറ്റർ H, സൾഫർ ക്യാപിറ്റൽ ലെറ്റർ S. ഇതിലെല്ലാം ഈ എലമെന്റ്സിന്റെ നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് സിംബൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് ചില കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ കാർബൺ പഠിച്ചു, കാർബണിന്റെ സിംബൽ എന്ന് പറയുന്നത് സി എന്ന് പഠിച്ചു. കാൽസ്യവും സിയിൽ തുടങ്ങുന്നതാണ്. കാൽസ്യത്തിനും സി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുന്ന കേസുകളിൽ അതില് രണ്ടാമത്തെ ലെറ്ററോ അതിനിടയ്ക്കുള്ള ലെറ്ററോ ആണ് ചേർത്താണ് സിംബൽ ആയിട്ട് കൊടുക്കുന്നത്. കാൽസ്യത്തിന് നമുക്ക് ഇവിടെ CA എന്ന് പറയാം. Some elements along with the first letter, the second or another prominent letter is also used symbols. ഇതില് കാൽസ്യം CA, ക്ലോറിന് Cl, സെക്കൻഡ് ലെറ്റർ. ക്രോമിയം വന്നപ്പോഴത്തേക്ക് തേർഡ് ലെറ്റർ ആണ് CR, ബ്രോമിൻ BR, ബെർലിയം BE. ബ്രോമിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബിയിൽ തുടങ്ങുന്നതാണ്, ബെർലിയോ ബിയിൽ തുടങ്ങുന്നതാണ്. ബ്രോമിൻ്റെത് BR, ബെർലിയം BE. ചില കേസുകളിൽ അതില് എലമെന്റ്സിന്റെ ലാറ്റിൻ നെയിമിൽ നിന്നാണ് സിംബൽസ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ സോഡിയം എന്ന് പറയുന്നത് എസ് കൊടുക്കാൻ പറ്റില്ല, കാര്യം നമ്മൾ ഒരിക്കൽ സൾഫറിനെസ് എന്ന് കൊടുത്തു. സോഡിയത്തിന്റെ ലാറ്റിൻ നെയിം നാട്രിയം. ആ നാട്രിയത്തിൽ നിന്നാണ് Na സിംബൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നെയിം കാലിയം, കാലിയത്തിലെ K ആണ് സിംബൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കോപ്പറിന്റെ ലാറ്റിൻ നെയിം കുപ്രം, കുപ്രത്തിന്റെ Cu ആണ് സിംബൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അയണിൻ്റെത് ഫെറം, അതിന്റെ Fe ആണ് സിംബൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചില കേസുകളിൽ ലാറ്റിൻ നെയിമാണ് സിംബൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോഡിയം, നാട്രിയം Na, പൊട്ടാസ്യം കാലിയം K, കോപ്പർ കുപ്രം Cu, അയൺ ഫെറം Fe. മനസ്സിലായോ? അടുത്ത പീരിയോഡിക് ടേബിൾ നോക്കൂ. ഈ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. എലമെന്റ്സും അതിന്റെ സിംബൽസും എലമെന്റ്സിന്റെ നെയിമും തന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഹൈഡ്രജൻ H, ഇപ്പുറ സൈഡ് വരുമ്പോൾ ഹീലിയം He, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ കുറേയേറെ എല്ലാ എലമെന്റ്സും ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ഇൻക്ലൂഡ് ആണ്. ഇതിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഇതിൽ നമുക്കിപ്പോ ഈ ഒരു പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്തിട്ട് ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇത് എലമെന്റ്സ് ഫെമിലിയർ ടു യു, നിങ്ങൾക്ക് അറിയാവുന്നുള്ള എലമെന്റ്സ് ഏതൊക്കെ അറിയാം? നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ള എലമെന്റ്സ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുള്ളതുണ്ട്? ഹൈഡ്രജൻ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ബലൂണുകളിൽ ഹൈഡ്രജൻ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? നമുക്ക് ഹൈഡ്രജൻ എഴുതാം ഇല്ലേ? അയൺ, ഗോൾഡ്, അലുമിനിയം, ഓക്സിജൻ. ദ എലമെന്റ്സ് വിച്ച് യു ഹാവ് ആക്ച്വലി സീൻ, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഏതൊക്കെ എലമെന്റ്സിനെ നിങ്ങൾക്കറിയാം? അയൺ, ഗോൾഡ്, അലുമിനിയം, പിന്നെ ഓക്സിജൻ, ഹൈഡ്രജൻ, എങ്ങനെ എഴുതാം? ഓക്കെ. അടുത്ത ദ എലമെന്റ്സ് വിച്ച് ആർ മോർ യൂസ്ഫുൾ ഇൻ അവർ ഡെയിലി ലൈഫ്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെ ഈ സംഭവങ്ങളെല്ലാം നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആണ്. അയണും ഗോൾഡും അലുമിനിയവും ഓക്സിജനും ഹൈഡ്രജനും എല്ലാം. അയൺ, ഗോൾഡ്, അലുമിനിയം, പാത്രങ്ങളൊക്കെ, ഓക്സിജൻ, ഹൈഡ്രജൻ,
അടുത്ത ലിസ്റ്റ് സെപ്പറേറ്റഡ് സം എലമെന്റ്സ് വിച്ച് എക്സിസ്റ്റ് ഇൻ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഈ എലമെന്റ്സിനെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതിനൊക്കെ സോളിഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ഗ്യാഷ്യസ് ആയിട്ടും മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. സോളിഡിൽ നമുക്ക് എന്തൊക്കെ പറയാം? അയൺ, ഗോൾഡ്, അലുമിനിയം ഒക്കെ സോളിഡിൽ വരുന്നതാണ്. അതല്ലോ ഇതൊക്കെ സോളിഡിൽ വരുന്നത് അയൺ, ഗോൾഡ്, അലുമിനിയം ഇതൊക്കെ സോളിഡിൽ വരുന്നതാണ്. ഇനി ലിക്വിഡിൽ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും മെർക്കുറി. നമ്മൾ പനിയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിനുള്ളില് മെർക്കുറിയാണ്. അത് ഒരു ലിക്വിഡ് ആണ്. പിന്നെ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമുക്ക് ഒരുപാട് എണ്ണം അറിയാം അല്ലെ? ഏതൊക്കെ? ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ ഇതൊക്കെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ അറിയാന്നുള്ള കുറച്ചൊക്കെ എഴുതിയിട്ടുള്ളൂ. ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കുറച്ചുകൂടെ ബ്രീഫായിട്ട് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. നിങ്ങൾ ഈ എലമെന്റ്സിന്റെ കുറെ പേരുകളൊക്കെ പഠിക്കുക. നമുക്ക് എലമെന്റ്സ് ഏതൊക്കെ? നിയോണിന്റെയും ഓക്സിജന്റെയും സൾഫറിന്റെയും ഫോസ്ഫറസിന്റെയും ഹീലിയത്തിന്റെയും ഒക്കെ ഇത് തന്നിട്ടുണ്ട്. പിക്ചർ കണ്ടോ? ഇതില് നമുക്കറിയാം നിയോണും ഹീലിയം ഒക്കെ ഫ്രീ സിംഗിൾ ആറ്റംസ് ആണ്. അതായത് ഇവയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. നിയോണും ഹീലിയം ഫ്രീ സിംഗിൾ ആറ്റംസ്, അതായത് ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. അടുത്ത ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും കേസ് എടുത്താൽ, ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ആറ്റം ചേർന്ന് വരുന്നതാണ് ഓക്സിജൻ. ഈ ഹൈഡ്രജന്റെ കേസ് എടുത്താൽ അതുപോലെ തന്നെ 2 ആറ്റം ചേർന്ന് വരുന്നതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അടുത്ത ഫോസ്ഫറസ് എന്ന് പറയുമ്പോഴത്തേക്ക് P4 എത്രണ്ണം ചേർന്ന് വരും? 4 എണ്ണം ചേർന്ന്, 4 ആറ്റം ചേർന്നാണ് ഫോസ്ഫറസ് വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കോ സൾഫർ S8 എന്നാണ് എഴുതുന്നത്. അപ്പൊ എത്ര ആറ്റം ചേർന്ന് വരും? 8 ആറ്റം ചേർന്ന് വരുന്നതാണ് സൾഫർ എന്ന് പറയുന്നത്. സൾഫറിന്റെ 8 ആറ്റം ചേർന്ന് വരുന്നതാണ് സൾഫർ എന്ന് പറയുന്നത്. അപ്പൊ ഇവയെ നമുക്ക് ഒരു മോളിക്യൂൾസ് എന്ന് പറയാം. സൾഫറിന്റെ ഒരു മോളിക്യൂൾസ് എന്ന് പറയാം, ഫോസ്ഫറസിന്റെ ഒരു മോളിക്യൂൾ എന്ന് പറയാം. ഇതെല്ലാം മോളിക്യൂൾസ് ആണ്. അതായത് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? കോമ്പിനേഷൻ ഓഫ് 2 ആറ്റംസ്. 2 ആറ്റംസിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നവയെ 2 or more ആറ്റംസ് വരുന്നതാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. നിയോണും ഹീലിയം ഇതിലൊക്കെ എത്ര ആറ്റംസ് ഇതുണ്ട്? ഓരോ ആറ്റംസ് വീതം. ഹൈഡ്രജനും ഓക്സിജനും എടുത്താൽ അതില് 2 ആറ്റം വീതം വരുന്നുണ്ട്. സൾഫറും എടുത്താൽ ഫോസ്ഫറസിൽ 4 ആറ്റം വരുന്നുണ്ട്, സൾഫറിൽ 8 ആറ്റം. ഇവയെല്ലാം എലമെന്റ്സ് ആണ്, അതറിയാലോ. നിയോണിൽ എത്ര ആറ്റം വരുന്നുണ്ട്? 1 ആറ്റം. ഹീലിയത്തിലോ അതുപോലെ തന്നെ 1 ആറ്റം ചേർന്ന് വരുന്നതാണ് ഹീലിയം എന്ന് പറയുന്നത്. ഓക്സിജനിൽ എത്ര ആറ്റം ചേർന്ന് വരുന്നുണ്ട്? 2 ആറ്റം ചേർന്ന് വരുന്നതാണ് ഓക്സിജൻ, O2. ഹൈഡ്രജൻ ആണെങ്കിലോ അതുപോലെ തന്നെ 2 ആറ്റം ചേർന്ന് വരുന്നതാണ് ഹൈഡ്രജൻ. അടുത്ത് ഫോസ്ഫറസ് എടുത്താൽ എത്ര ആറ്റം ചേർന്ന് വരുന്നത്? 4 ആറ്റം ചേർന്ന് വരുന്നതാണ് ഫോസ്ഫറസ്. സൾഫറിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ 8 ആറ്റം ചേർന്ന് വരുന്നതാണ് സൾഫർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിലെ ഈ 1 ആറ്റം ചേർന്ന് വരുന്നവയെ നമുക്ക് വേറൊരു പേരൂടെ പറയാം, മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയാം. മോണോ അറ്റോമിക് മോളിക്യൂൾസ്. അങ്ങനെയെങ്കിൽ 2 ആറ്റം ചേർന്ന് വരുന്നത് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. ഇവയെ നമുക്ക് എന്തോന്ന് പറയാം? ഡൈ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയാം. ഇവിടെ നമുക്ക് ഫോസ്ഫറസും സൾഫറും 2ൽ കൂടുതൽ ആറ്റം ചേർന്ന് വരുന്നതാണ്. അപ്പൊ ഈ 2ൽ കൂടുതൽ മോർ ദാൻ 2 ആറ്റംസ് വരികയാണെങ്കിൽ അവയെ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയാം. പോളി അറ്റോമിക് മോളിക്യൂൾസ്. മനസ്സിലായോ? 1 ആറ്റം ചേർന്ന് വരുന്നവയെ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്നും 2 ആറ്റം ചേർന്ന് വരുന്നവയെ ഡൈ അറ്റോമിക് മോളിക്യൂൾസ് എന്നും 4 എന്നല്ല 2ൽ കൂടുതൽ ആറ്റംസ് ചേർന്ന് വരുന്നവയെ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നും പറയുന്നു. ക്ലിയർ ആയോ ഇത്രയും?
ഇവിടെ നോക്കൂ, ക്ലാസിഫൈ ദ ഫോളോയിങ് മോളിക്യൂൾസ് ഇൻറ്റു മോണോ അറ്റോമിക്, ഡയറ്റോമിക് ആൻഡ് പോളി അറ്റോമിക്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു മോണോ അറ്റോമിക് എന്താണെന്നും ഡയറ്റോമിക് എന്താണെന്നും പോളി അറ്റോമിക് എന്താണെന്നും. ഒരേ ഒരു ആറ്റം മാത്രമുള്ളവയാണ് മോണോ അറ്റോമിക് എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഒരേ ഒരു ആറ്റം ഉള്ളത്? ഏതൊക്കെ വരുന്നുണ്ട്? ഹീലിയം വരുന്നുണ്ട്, ആർഗൺ വരുന്നുണ്ട്. HEAR എന്തോന്നാണ്? ഒരേ ഒരു ആറ്റം, ഒരാറ്റം. അപ്പൊ നമുക്ക് ഇതിലെവിടെ എന്തോ എഴുതാം? മോണോ അറ്റോമിക്കിന്റെ അവിടെ HEAR. ഓക്കെ. അടുത്ത ഡയറ്റോമിക് എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റം വരുന്നത്. ഏതൊക്കെയുണ്ട്? H2Cl2. അടുത്ത പോളി അറ്റോമിക് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ വരുന്നത്. ഇതിൽ ഏതൊക്കെയുണ്ട് രണ്ടിൽ കൂടുതൽ വരുന്നത്? P4. P4S8. ഓക്കെ, ക്ലിയർ ആയോ? മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ചേർന്ന് വരുന്നവയെ മോണോ അറ്റോമിക് എന്ന് പറയുന്നു. രണ്ട് ആറ്റം ചേർന്ന് വരുന്നവയെ ഡയറ്റോമിക് എന്ന് പറയുന്നു. രണ്ടിൽ കൂടുതൽ ആറ്റംസ് ചേർന്ന് വരുന്നവയെ പോളി അറ്റോമിക് എന്ന് പറയുന്നു. ഇത്രയും ക്ലിയർ ആയോ? അടുത്തതായി ഇവിടെ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് എങ്ങനെ കാണാം? ഇപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ കേസ് എടുക്കണം. H2 എന്നുള്ളത് എടുത്താൽ ഇതിലെ നമ്പർ ഓഫ് ആറ്റം എത്രയാണ്? നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 2 തന്നെയല്ലോ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഡയറ്റോമിക് മോളിക്യൂൾസിൽ വരുന്നതാണ്. നമ്പർ ഓഫ് ആറ്റം 2. ഇപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, അപ്പൊ അതിനർത്ഥം ഒന്നെന്നാണ് അർത്ഥം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? 1. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഒന്നെന്ന് എഴുതാം. വേറൊരു കേസ് എടുക്കാം, ക്ലോറിന്റെ കാര്യം. 6Cl2. നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. എന്നല്ലോ, എത്ര? 6. നമ്പർ ഓഫ് മോളിക്യൂൾസ് 6. അതായത് അടുത്ത് നമ്പർ ഓഫ്, ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ആറ്റം എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൈഡിലുള്ളതും ഈ സൈഡിലുള്ളതും കൂടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 × 2 എത്ര വരും? 12. മനസ്സിലായ? ആറ്റം എന്ന് പറയുന്നത് ഇപ്പൊ 6Cl2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ക്ലോറിൻ? 6 ക്ലോറിൻ. Cl2 6 എണ്ണം ചേർന്ന് വരുന്നതാണ്. Cl2 പ്ലസ് Cl2 പ്ലസ് Cl2 പ്ലസ് Cl2 പ്ലസ് Cl2 പ്ലസ് Cl2. ഈ Cl2 6 എണ്ണം ചേർന്ന് വരുന്നതാണ് 6Cl2. ഈ ഓരോ Cl2 എത്ര എണ്ണം വീതമുണ്ട്? 2 എണ്ണം വീതമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം എത്ര എണ്ണം വീതം വരുമെന്ന്. എത്രണ്ണായി? എത്ര ആറ്റം വന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പൊ നമ്പർ ഓഫ് ആറ്റം എത്ര വന്ന്? 12 വന്നു. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് എഴുതിക്കൂടെ? O2 നമ്പർ ഓഫ് മോളിക്യൂൾസ് ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് 1. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 2 ആറ്റം ചേർന്ന് വരുന്നതാണ് 2. നൈട്രജന്റെ കേസിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ്? 2. നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 2 എത്ര കിട്ടും? 4. ഇതിന്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് 6, നമ്പർ ഓഫ് ആറ്റംസ് 6 × 2 12. ഹീലിയത്തിന്റെ ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് 2, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 2 × He എന്ന് പറയുമ്പോൾ 1. 2.
ഇവിടെ വരുമ്പോഴത്തേക്ക് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് 5, 5 into 1 5. O3 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് 1, 1 into 3 3. ഇവിടെ ഫോസ്ഫറസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് മോളിക്യൂൾസ് 1, 1 into 4 4. ഇത്രയും ക്ലിയർ ആയോ?